ഹലോ, ഇന്ന് ഞാൻ വേറൊരു വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ടേ. അതായത് പച്ചക്കൊഞ്ച്. ഞാൻ ഉണക്കച്ചെമ്മീൻ നേരത്തെ ഇട്ടിരുന്നു. ഇത് പച്ചച്ചെമ്മീൻ. ഞങ്ങളുടെ ആലപ്പുഴ നാട്ടിലൊക്കെ ഹരിപ്പാടൊക്കെ കൊഞ്ചെന്നാണ് പറയുന്നത്, ചെമ്മീനെന്നും പറയും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ നമ്മൾ മുരിങ്ങയ്ക്ക് ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിലൊരു 6-7 ചക്കക്കുരുവൊക്കെ ഉണ്ടായിരുന്നു. അതും ചെറിയ സവോളയും ചെറിയ ഉള്ളി പിന്നെ സവോള ഒന്നതെല്ലാം ഇട്ടാണ് നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ട്. ഇത് പീര വറുത്തത്, തേങ്ങായ മുളകും എല്ലാം വറുത്തത്, പെരിഞ്ചീരകം എല്ലാം കൂടെ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ഈ 2-3 കുടംപുളിയും ചെമ്മീനും കൂടെ വേവിച്ച് വെച്ചതാണ്. ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് വേവിച്ച് വെച്ചതിലോട്ട് നമ്മൾ ഈ വഴറ്റിയെടുത്ത തക്കാളി, ഉള്ളി ഇതെല്ലാം അതിനകത്തോട്ട് ആഡ് ചെയ്യും. ആഡ് ചെയ്തതിന് ശേഷം അരച്ച് വെച്ച അരപ്പൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ച് തീയൽ തയ്യാറാകും. കണ്ടോ, അത് ഇനി നമ്മൾ ആ മിശ്രിതം ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ആവി കയറ്റുന്നുണ്ട് ഞാൻ. ഉള്ളിയെല്ലാം നല്ലതായിട്ട് വഴളുന്ന എണ്ണയിൽ നല്ലതായിട്ട് വഴണ്ടതിന് ശേഷമേ തക്കാളിയൊക്കെ ചേർക്കാവൂ. അത് നമ്മുടെയൊക്കെ ഒരു ഐഡിയ പോലെ ഇരിക്കും. പെട്ടെന്ന് എല്ലാം കൂടെ ഇട്ട് ഒരുമിച്ചിട്ട് വഴട്ടാൻ നോക്കരുത്. തനിയെ എല്ലാം വഴറ്റിയെടുക്കുമ്പോൾ കറിക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഞാനതൊരു ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുന്നുണ്ട്, പക്ഷേ അത് വേണ്ടിയിരുന്നില്ല. നമുക്ക് മുരിങ്ങയ്ക്കയൊക്കെ ചേർക്കുന്ന കുറച്ചുകൂടി ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ സൂപ്പർ കൊഞ്ച് തീയൽ റെഡി ആയിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ എന്നോ കണ്ടോ, ഇനി നല്ലതായിട്ട് തിളയ്ക്കണം. തിളച്ച് നല്ല ഉപ്പും പുളിയെല്ലാം ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട്. ഓവറ പുളിയൊന്നും ചേർക്കരുത്, തക്കാളി മാത്രമേ ചേർക്കത്തുള്ളൂ. കൊഞ്ചിനകത്ത് പുളിയിട്ട് വേവിച്ചാണ് കേട്ടോ. നമ്മുടെ തീയൽ നല്ലതായിട്ട് കൊഞ്ച് തീയൽ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകനെയാകുമ്പോൾ നമുക്ക് നിർത്തി സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്.